വർഷത്തിലൊരു 3 തവണ അല്ലെങ്കിൽ ഒരു 4 തവണ, അത് കൂടുതൽ ആരും ഈ പായസം ഉണ്ടാക്കില്ല. മെയിനായിട്ട് മടി തന്നെയായിരിക്കും. കാരണം ഇത് ഉണ്ടാക്കാൻ കുറച്ച് മെനക്കെടാണ്, കുറച്ചധികം സമയം വേണം. ഞാൻ ഒരു 1/4 ഭാഗം അരച്ച അരിയും അതിൻ്റെ നേരെ ഡബിള് നമ്മൾ അരിപ്പൊടിയും എടുത്തത്. എന്നിട്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടിയിട്ട് ആവിച്ചെമ്പിൽ വേവിച്ചിട്ട് മാറ്റി വെക്കുക. മാറ്റി വെക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ച പിടി അതിലിട്ട് കൊടുക്കാൻ. അരി തമ്മിൽ കൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നമ്മൾ കുക്കറിലിട്ടിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു വലിയ പാത്രം എടുത്തിട്ട് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു വലിയ തേങ്ങയുടെ 1ാം പാലും 2ാം പാലും എടുത്ത് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഒരു മിക്സിയിൽ ആവശ്യത്തിന് പഞ്ചസാര ഇടുക. പിന്നെ ഒരു 2 or 3 ഏലക്കായ അതും ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാലിലേക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പിടിയുണ്ടല്ലോ വേവിച്ച് വെച്ച്, അതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അരി ഞാൻ എടുത്ത് വെച്ചിരുന്നു, അരച്ച അരി. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കൂടാതെ ശ്രദ്ധിക്കണം, ചെറിയ തീയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ഏത്തക്ക ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു പോവും. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ 1ാം പാലുണ്ടല്ലോ എടുത്ത് വെച്ചത്, ആ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അധിക സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയമൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മെയിനായിട്ട് പെരുന്നാൾക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. എത്ര കുടിച്ചാലും മതിയാവില്ല. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.